നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ്. ആരാ റെസിപ്പി? യൂട്യൂബ് ചെഫ് പിള്ള അദ്ദേഹത്തിന്റെ റെസിപ്പിയാണ്. എല്ലാവരും കാണുക. ആലു, പൊട്ടറ്റോ, സവാള, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇവിടെ ഗരം മസാല ഉണ്ട്, പിന്നെ ഇത് തക്കാളി, ഇനി കുരുമുളക് പൊടി കൂടി ഇടും. ഇതൊന്ന് കാണിച്ച് പൊടിച്ചത്. ചീനച്ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ പൊട്ടിക്കാം. പൊട്ടും ഇപ്പൊ പൊട്ടും, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റണം. ചെറിയ ഉള്ളി ഇത് ചതക്കണ്ട, ചെറിയ ഉള്ളി ചതക്കണ്ട. ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് വഴറ്റാൽ മതി. ഉള്ളി ഏകദേശം വാടിക്കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി എല്ലാം പച്ചമുളക് എല്ലാം ഏകദേശം നല്ല പച്ചമുളകെല്ലാം മാറും. അപ്പം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്തിട്ട് സോറി, ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെയല്ല, വീഡിയോ എടുക്കുന്ന സംഭവം ഞാൻ മറന്നുപോയി. അതാണ് ഞാൻ ഒറ്റത്തട്ട് കിട്ടി. സാറില്ല, അതൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ പിങ്ക് സോൾട്ട് ഇപ്പിടുന്ന ഭംഗിയ നമ്മളെ ചെപ്പ് ഇടുന്നത്. അപ്പം ഇതെല്ലാം ഏകദേശം നല്ലോണം ആടി വരട്ടെ. എന്നിട്ട് നമ്മളിതിലേക്ക് ചിക്കൻ എടുക്കണം. ചിക്കനിൽ നല്ലോണം മസാലയെല്ലാം പിടിച്ചു. പക്ഷെ ഇതിപ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്നും ഇത് വലിയ വെള്ളം ഒഴിക്കണ്ട. അത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ തക്കാളി ഇടണം. തക്കാളി ഇതിൻ്റെ മുകളിലിടുക. എന്നിട്ട് ഇളക്കണ്ട. എന്നിട്ട് ഇതിന് വെള്ളം വരും, അടച്ചു വെക്കാം. ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങി. തക്കാളി മെൽട്ടായി വേണ്ട. പൊട്ടറ്റോസ് പൊട്ടറ്റോ ആവേണ്ട സമയം ആവുന്നുണ്ട്. ആ വെള്ളം ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ചൂടുവെള്ളത്തിന് ഇതിലേക്ക് ഒഴിക്കണം അല്ലേ? ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് നാരങ്ങളാക്കുന്നുണ്ടോ? നാരങ്ങളാക്കണം. 2 കൊല്ലത്തെ നോട്ട്സ്, പേപ്പർ എല്ലാം വിൽക്കാൻ പോകുന്നു. ചിക്കൻ ഏകദേശം വെന്തു. ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. അങ്ങനെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം.
കുറച്ച് ചേർത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. കുറച്ച് അധികം എരിവില്ല, എരിവില്ലാത്ത മുളകാണ്. കുറച്ച് ഗരം മസാല, ഇത്തിരി മതി ഗരം മസാല, ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ. ഇത് അടക്കം എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഞാൻ നേരത്തെ ചെറുതായി ഒന്ന് എത്തുമ്പോൾ നോക്കി. അല്ല അങ്ങനെയല്ല, ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതാ നോക്ക്, ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മുടെ ചിക്കൻ കറി സംഭവങ്ങളെല്ലാം ഓക്കെ. പിന്നെ നമ്മളെ ചിക്കൻ കറി ഗാർണിഷ് ഓക്കെ. ചിക്കൻ കറി റെഡി. ഇത് അരി കഴുകി വെച്ചു. കൈമ റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. പിന്നെ നെയ്യ്, ഏലക്കായ്, പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും മറ്റേ സവാളയും ഇങ്ങനെ മൂപ്പിച്ചിട്ട് ലാസ്റ്റ് അതിലേക്ക് ഇടും. അത്രയും നെയ്യ് ഒഴിക്കുക. അധികമൊന്നും നെയ്യാക്കില്ല. നെയ്യ് നല്ലോണം ചൂടായി. ഈ അരി പിന്നെ ഇപ്പം ഞാൻ ഒറ്റൊരു ഗ്ലാസ് അരി എടുത്തിട്ട് അതിലേക്ക് വെള്ളം തിളപ്പിക്കാം. ഇതിൻ്റെ മുകളിലാക്കണം കേട്ടോ കുറച്ച്. ഇനിയിപ്പം വറുത്തിടണം. നമ്മുടെ ഫുഡ് കോർട്ട് പോയ സമയത്ത്, സിനിമ കണ്ട ഫുഡ് കോർട്ട് പോയ സമയത്ത് ഒരു കുഞ്ഞിക്ക് ഒരു 5ാം ക്ലാസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ 5ാം ക്ലാസ്സിലായ ഒരു കുഞ്ഞിക്ക് അമ്മേനെ മാറിയിട്ട് എന്നെ ബാക്കിൽ വന്ന് പിടിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ മോനെ, അപ്പം കുഞ്ഞിയുടെ അച്ഛനുണ്ടങ്ങനെ വിളിക്കുന്നു. അപ്പൊ അമ്മേനെ മാറി അമ്മ പറയുന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. ഞാൻ ആ മനസ്സിൽ പറഞ്ഞു. നല്ല രസമുണ്ടമ്മ. എനിക്ക് അപ്പോഴും പാർക്കിങ്ങിലോട്ടാണ് സൂപ്പർ എക്സ്പീരിയൻസ്. ആദ്യമായിട്ടല്ല, എപ്പോ കയറുമ്പോ പുതിയ എക്സ്പീരിയൻസ്. നമ്മളെ ബാക്കിലാളുണ്ടോ? ആ അയ്യാ എത്തിയിട്ടേ. ഇത് ടോപ്പ് ഫ്ലോർ അല്ലേ? ഇത് ഇതിങ്ങനെ ഇതാണോ മഴമണിയുന്ന സ്ഥലമാണോ? അല്ലല്ല, ചന്ദനക്കുറയിലും തൊട്ട് അമ്പലത്തിൽ പോകുമ്പോ നാലാന്ന് സിനിമക്ക് വന്നു. ചന്ദനക്കുറ വായിക്കാൻ കഴിയാ? അതാ ഞാൻ വായിച്ചത്. ഏട്ടാ ഹാൻഡ് ബ്രേക്ക്, ഏട്ടാ ഹാൻഡ് ബ്രേക്ക്. അതാ നല്ലോണം വിളിക്കട്ടോ. എന്നെ കൂടെ പഠിപ്പിക്ക. അതാ വണ്ടി നിന്നോ? ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ് ഗൈസ്. ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഒരാള് അയ്യോ ഇറങ്ങി ഓടാതെ ഒരാൾ ഇറങ്ങി ഓടാൻ നിൽക്കുന്നു. നമുക്ക് മാത്രം സ്ഥലമുണ്ട്. എനിക്ക് പേടിയായി പോയി ഗൈസ്. ഇനി വണ്ടി നിർത്തി ചാടറാ. ആ പപ്പ അങ്ങോട്ടും ചാടും, ഞാൻ ഇങ്ങോട്ടും ചാടും. നീ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്. അവിടെ സ്ഥലമുണ്ട്. വണ്ടി എന്ത് പറയാനാ ഗൈസ്.
10 മിനിറ്റിൽ സിനിമ തുടങ്ങും. ചായ കുടിച്ച് തന്നിട്ടില്ല. വെച്ചാണ് കഴിക്കി മണമുണ്ട്. മക്ഡൊണാൾഡ്സിൽ എല്ലാവരും ബിസി ആയിരുന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്തു. ഒരു അംഗം കഴിഞ്ഞ ഫീല് കഴിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാ ഫീലൊന്നും. അതും കൊടുക്കാം. എല്ലാം കഴിച്ചു. സിനിമയെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല നല്ല രസമുണ്ട് കേട്ടോ സിനിമ. നല്ലൊരു സിനിമ അല്ലേ? അടുത്ത കാലത്ത് കണ്ടതിലൊക്കെ വെച്ച് നല്ലൊരു സിനിമ. സൂപ്പറും. എനിക്ക് വിഷമാവുന്നു കാണും. അതിലത്തെ ആ കുഞ്ഞിന്റെ അച്ഛന്റെ പേര് ബാലു ആണ്. ബാലു 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 എനിക്ക് അന്നേരം ഓർമ്മ സൈഡിലില്ലേ അല്ല വിളിക്കുന്നത് ബാലു ബാലു സ്നേഹം അന്നേരം വിഷമാണ്. ആ ബാലു മോഹൻലാലിന്റെ ഒരുപാട് ഇതുണ്ട്. കഥാപാത്രം ബാലു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അതുകൊണ്ട് രണ്ടുപേരും വീട്ടുകാരോ യോജിപ്പില്ല. ഒറിജിനാലിറ്റി ഉണ്ട്. രസമായിട്ടുണ്ട്. ആണല്ലോ കേട്ടോ. നമുക്ക് ഇഷ്ടമായിട്ടില്ലേ? അത് തിന്നാം. അപ്പൊ ഗുഡ് നൈറ്റ്. Good night.